ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ വെറുതെ എന്തെങ്കിലുമൊക്കെ പോസ്റ്റ് ചെയ്യുന്നതായിട്ടാണ് എല്ലാവരും വിചാരിക്കുന്നത്. എന്താണ് അതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം? അതൊരു തെറ്റായ ധാരണ മാത്രമാണ്. കാരണം ഒരു ബ്രാൻഡിനെ വളർത്താനായിട്ട് ഒരു ഡിജിറ്റൽ മാർക്കറ്ററിന് എന്തോരം ഉത്തരവാദിത്വം ഉണ്ടെന്ന് അറിയാണ്ടാണ് പല ആൾക്കാരും ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. റെലവെന്റ് ആയ രീതിയിൽ ക്യാമ്പയിൻ പ്ലാൻ ചെയ്യണം. പിന്നെ ഓരോ സമയത്തിനനുസരിച്ച് ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ ബിസിനസ്സിനെ പ്രസന്റ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കണം. പിന്നെ സക്സസ്ഫുൾ ആയിട്ട് ആഡ്സ് റൺ ചെയ്യണം. ബിസിനസ്സിന് വളർച്ചയുണ്ടോ ഇല്ലേന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് സ്ട്രാറ്റജി റിവൈസ് ചെയ്യണം. പിന്നെ ക്രിയേറ്റീവായിട്ടുള്ള കോണ്ടന്റ് ചെയ്യണം, ട്രെൻഡിനൊപ്പം നിൽക്കണം. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും നമ്മുടെ ബ്രാൻഡ് ഇമോഷൻ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളുകളിലേക്ക് ശരിയായിട്ട് എത്തുന്നുണ്ടോ എന്നും നോക്കണം. കാര്യങ്ങൾ ഇങ്ങനെ പോകും. ഇത് ഒരു ചെറിയ വീഡിയോയിൽ ഒതുക്കാൻ പറ്റുന്നതല്ല എന്ന് സാരം. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലോകത്ത് ഒരു ബിസിനസ്സും ഇന്ന് മോണോപ്പൊളി അല്ല. ശക്തമായ കോമ്പറ്റീഷൻ എല്ലായിടത്തും ഉണ്ട്. ആ കോമ്പറ്റീഷൻ അതിജീവിച്ച് ഒരു ബ്രാൻഡിനെ മുന്നിലേക്ക് എത്തിക്കാനായിട്ട് ഒരു ഡിജിറ്റൽ മാർക്കറ്ററിന് ഇന്ന് കഴിയും. നിലവിൽ ഇത്തരം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റുന്നവർക്ക് ഇന്ന് ഡിമാൻഡും കൂടുതലാണ്.